ഹായ് ഓൾ, അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കിവിടെ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പായസം വളരെയധികം രുചിയിലും പിന്നെ കുറച്ച് നമുക്ക് നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കുറച്ച് ട്രിക്സും ഒന്ന് കണ്ടു നോക്കിയാലോ. ഇവിടെ ഞാൻ കുറച്ച് നമ്മുടെ ഡ്രസ്സുകളൊക്കെ പിൻ ചെയ്യാറില്ലേ, അതുപോലത്തെ ഒരു സൂചിയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ആളുകളുടെ പ്രശ്നമാണ് നല്ല നല്ല ഷാള് അല്ലെങ്കിൽ സാരിയുടെ ബ്ലൗസ്, അതുമൊക്കെ നമ്മുടെ ഈ പിന്ന് കുത്തുമ്പോൾ ഈ പിന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി അത് ഹോൾസ് വരും. അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു സ്മോൾ ട്രിപ്സാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഇതുപോലെ ഒരു ചെറിയൊരു ഷീറ്റ് കവർ എടുക്കാം, ചെറിയൊരു പീസ് മതി കേട്ടോ. അത് ഇതുപോലെ നാലാക്കി ഒന്ന് മടക്കി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കയറ്റി കൊടുക്കാം. ഇനി ഒരു കത്രിക വെച്ച് നമ്മൾ ഇതുപോലെ 4 ഭാഗം ഒന്ന് വെട്ടിക്കൊടുക്കാം. ഇവിടെ ചുറ്റുഭാഗത്ത് നന്നായി തന്നെ വെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഷാളുകളോ ബ്ലൗസുകളൊക്കെ പിൻ ചെയ്യാവുന്നതാണ്. ഇത് ഒട്ടും തന്നെ അപ്പുറത്തേക്ക് പോവുകയുമില്ല, നമ്മുടെ ഷാളായാലും ബ്ലൗസായാലും ചീത്താവുകയുമില്ല. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ചീത്താവുന്നൊക്കെ പോലത്തെ ഷാളാണ് കേട്ടോ, പക്ഷേ നല്ല വിലയുള്ള ഷാളാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പിന്നെ അശ്രദ്ധമായിട്ട് ഉപയോഗിക്കുന്നത് കാരണം ഒരുപാട് നമ്മളുടെ ഷാളായാലും ബ്ലൗസായാലൊക്കെ ചീത്താവാറുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ചീത്താവാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്തതായി ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ. ഇവിടെ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ലെമൺ സോൾട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് പുറത്തുനിന്ന് മേടിക്കാവുന്നതാണ്. ഇനി അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീട്ടിലെ കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സാദാ വെള്ളം കുറച്ച് പെനോയിലും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്കൊരു കുപ്പിയിലാക്കി നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം. ഇത് കുപ്പിയിലേക്ക് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകുന്നൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാ വീട്ടിലും ചിരട്ട ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഹോൾസുള്ള ഭാഗം ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒട്ടും തന്നെ പുറത്ത് പോകാതെ നല്ല പെർഫെക്റ്റായി തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലൊരു ചിരട്ട ഉണ്ടെങ്കിൽ ഇതുപോലത്തെ അതുപോലെ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ വലിയ കുപ്പിയിൽ നിന്നും ചെറിയ കുപ്പിയിലേക്കൊക്കെ മാറ്റാറില്ലേ. അപ്പോൾ ഇതുപോലെ ഒരു ചിരട്ടയുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിന് മുൻപായിട്ട് ഞാനൊരു വേറൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു നമ്മുടെ കുപ്പിയുടെ മൂടി വെച്ച് ഒഴിക്കുന്നത്. അതും വലിയ ഉപകാരപ്രദമാണ്, ഇതും ഉപകാരപ്രദമാണ്. ഇനി നമുക്കൊരു നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു കുപ്പി മതി കേട്ടോ, സ്പ്രേ ബോട്ടിൽ തന്നെ വേണമെന്നില്ല. ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് മൂടിയിൽ ഒരു ഹോൾസ് ഇട്ട് കൊടുത്ത് നമുക്ക് വെക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിൻ്റെ ഭാഗത്തൊക്കെ നമുക്കിത് ഉപയോഗിച്ച് തുടയ്ക്കാവുന്നതാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിനുണ്ടാവുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ അതുപോലെ തന്നെ ഉറുമ്പ്, ചെറിയ ചെറിയ പ്രാണികൾ, ഈച്ച, ഇതൊന്നും നമ്മുടെ ഈ ഭക്ഷണ സാധനത്തിൻ്റെ അടുത്തൊന്നും വന്നിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഫ്രിഡ്ജിലുള്ള കുപ്പിയൊക്കെ നമ്മൾ കുറേ ദിവസത്തുമ്പോൾ കഴുകാറില്ല, അപ്പോൾ ഒരു വഴുക്കൽ പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കളയാനുള്ള വീട്ടിൽ തന്നെയുള്ളൊരു ടിപ്സാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ കല്ലുപ്പുണ്ടല്ലോ, അത് ഈ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് ഐസ് ക്യൂബ്സാണ്. ഈ ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് കുലുക്കിയെടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുപ്പിയിലുള്ളിലെ ബാഡ് സ്മെല്ലൊക്കെ നന്നായി തന്നെ പോയി കിട്ടും കേട്ടോ. പിന്നെ ഡെയിലി നമ്മൾ ഡിഷ് വാഷും സോപ്പും പൊടിയൊക്കെ ഉപയോഗിച്ച് കഴുകുന്നതിനേക്കാളും ഒന്നും കൂടി ഹെൽത്തി ഇതാണ് കേട്ടോ. അപ്പോൾ സോപ്പിൻ്റെ മണമൊക്കെ ചിലപ്പോൾ നമ്മുടെ കുപ്പിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുപ്പിയൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ. അടുത്തതായി കാണിക്കാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് പായസത്തിൻ്റെ റെസിപ്പി നമുക്ക് ഒന്നും കൂടി ടേസ്റ്റിലാക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാലോ. എലൈറ്റിൻ്റെ പാലട പായസ മിക്സാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്ന പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് 300 ഗ്രാമിന് 80 രൂപയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിൽ ഇവിടെ മലയാളത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് പായസമൊക്കെ റെഡിയാക്കേണ്ടതെന്ന്. അപ്പോൾ 1.5 ലിറ്റർ പാലാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടെ കുറച്ചും കൂടി 375 മില്ലി വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ പായസത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ 3
പാക്കറ്റ് പാലാണ് ട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഈ പായസത്തിൻ്റെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ അട കുറവും പഞ്ചസാരയാണ് ട്ടോ ഏറ്റവും കൂടുതലായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നേരിട്ട് നമ്മൾ പായസം വെക്കുകയാണെങ്കിൽ വളരെയധികം മധുരമായിരിക്കും. മധുരം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് ഇതുപോലൊരു അരിപ്പയുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും ഇതുപോലെ പഞ്ചസാര മാത്രം ഒന്ന് അരിച്ചു മാറ്റിയെടുക്കാം. പിന്നീട് ഈ പഞ്ചസാര നമുക്ക് ചായ വയ്ക്കാനോ ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇത്രയും പഞ്ചസാര ഇതിൽ നിന്ന് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ അടയേക്കാളും കൂടുതൽ അവർ പാക്കറ്റിലിടുന്നത് പഞ്ചസാരയുടെ അളവാണ് കേട്ടോ. ഇനി അടപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് 3 പാക്കറ്റ് പാലും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിള വരുന്ന സമയത്ത് നമുക്ക് ഈ പായസത്തിൻ്റെ മിക്സ് മുഴുവനായി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ മുഴുവനായി തന്നെ പായസത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി തന്നെ തിളയ്ക്കുന്നവരെ ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2-3-4 ഏലക്കയുടെ കുരുണ്ടല്ലോ അത് മാത്രം ഇതിലേക്ക് ചതച്ചതിട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ പാലൊക്കെ വറ്റി വരുമ്പോഴേക്കും അടക്ക നന്നായി തന്നെ വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റായി 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് നെയ്യിൽ വറുത്ത് ഇടാം കേട്ടോ. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും വറുത്തിടുന്നില്ല. 1 ടീസ്പൂൺ നെയ്യ് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇവിടെ നമ്മുടെ പായസം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.